ഇപ്പം നൈജീരിയയുടെ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കോൺഗ്രസ് മെമ്പേഴ്സിനോട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഫർദറായിട്ട് അപ്പം അതായത് ഞാൻ ഈ പറയുന്നത് 9/11 ശേഷം അമേരിക്ക ഡയറക്റ്റായിട്ടാണ് മറ്റൊരു രാജ്യത്ത്, അതായത് അതിൻ്റെ ഭാഗമായി 9/11 ശേഷം മറ്റ് പല രാജ്യങ്ങളിലും IS ഇങ്ങനെയൊക്കെ ഒരു സമയം വരെ ഉണ്ടായിരുന്നു. കാരണം അത് വളരെ വർഷം നീണ്ടു നിന്നൊരു ഫൈറ്റായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് നൈജീരിയയിൽ ഈ ഇസ്ലാമിക റാഡിക്കൽ ഇസ്ലാം, അതായത് അതിനെതിരെ വീണ്ടും ഒരുങ്ങുന്നു, തയ്യാറെടുക്കും. ഇതിനെപ്പറ്റി എന്താണ് ഷാജിന്റെ അഭിപ്രായം? അത് ആക്ച്വലി ഇതൊന്ന് നോക്കിയല്ലേ, ഈ പ്രസിഡന്റ് ട്രംപിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് നോക്കുകയായിരുന്നു. അപ്പൊ അത് കുറച്ചുണ്ട്. Christianity is facing an existential threat in Nigeria. വളരെ സ്ട്രോങ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. വെരി ഫസ്റ്റ് കഴിഞ്ഞ ദിവസം പുള്ളി ട്രൂത്ത് സോഷ്യലിന്റെ പോസ്റ്റ് ചെയ്താണ്, Christianity is facing an existential threat in Nigeria. Thousands of Christians are being killed. Radical Islamists are responsible for this mass slaughter. I'm hereby making Nigeria a country of particular concern, CPC. അതാണ് ഞാൻ അതിന്റെ ഒരു മുഴുവൻ വായിച്ചില്ല. അതിന് ആ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഈ 2020 പ്രസിഡന്റ് ട്രംപ് അദ്ദേഹം ആക്ച്വലി ഈ ഒരു പോളിസി നൈജീരിയക്കെതിരെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ വാട്ട് ഹാപ്പൻഡ് ഈസ്, ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ഈ റിലീജിയസ് ഫ്രീഡത്തിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നൈജീരിയക്ക് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് നൈജീരിയയിൽ ക്രിസ്ത്യൻസിന് അഗൻസ്റ്റ് ആയിട്ട് ഈ പറയുന്ന ഈ റാഡിക്കൽ ഗ്രൂപ്പുകളുണ്ട്. അവിടെയുള്ള ബോക്കോ ഹറാം പോലുള്ള പല ഗ്രൂപ്പുകൾ, ഇഷ്ടംപോലെ ഗ്രൂപ്പുണ്ട്. ഒരു ഗ്രൂപ്പല്ല, ഒരു 10-50 ഗ്രൂപ്പ് ഉണ്ട് അവിടെ ഉണ്ട്. അതിനകത്ത് ഞാൻ 1-2 നോക്കി പറഞ്ഞ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് ഐസ്വാപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ ഫുലാനി മിലിറ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ പ്രസിഡന്റ് ട്രംപ് ആക്ച്വലി ഈ ബോക്കോ ഹറാമിനെയും ഈ ഐസ്വാപ്പിനെയും ഫുലാനി മിലിറ്റൻസിനെയുമാണ് പുള്ളി ഒരു പ്രൈമറി കൾപ്രിറ്റ്സ് ആയിട്ട് കണ്ടേക്കുന്നത്.